ആ പെൺകുട്ടിയോട് പ്രതികാരമല്ല ആരും ചോദിക്കുന്നത്, പക്ഷെ ദീപകിനോട് നീതിയാണ്. പ്രതികാരം നീതിയല്ല. അതുകൊണ്ട് തന്നെ ദീപകിന് നീതി ആവശ്യമാണ്. ഈ പെൺകുട്ടി വീഡിയോ വഴി വ്യാജ പ്രചരണം നടത്തി, വ്യാജ വീഡിയോയും വ്യാജ പരാതിയും ഉന്നയിച്ച് ദീപകിനെ യഥാർത്ഥത്തിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ BNSന്റെ ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം IT ആക്ട് അടക്കം എടുത്ത് ആ പെൺകുട്ടിക്കെതിരെ നടപടി വേണം. ഈ വിഷയത്തെ ഏറ്റവും വിഷമകരമെന്ന് പറയട്ടെ, ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും പലരും ശ്രമിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഉള്ളവർക്ക് സ്പേസ് പോലും കൊടുക്കരുത്. കാര്യം അതല്ല വിഷയം. ഇത് യഥാർത്ഥത്തിൽ പല നാളുകളായി പറഞ്ഞിട്ടുള്ള പുരുഷന്മാർ അനുഭവിക്കുന്ന വേദനയുടെയും വിഷമത്തിന്റെയും കാര്യമാണ്. ഹാഷ്മി, ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. ഹാഷ്മിയുടെയും നമ്മുടെയും ചർച്ച തുടങ്ങിയതിനു ശേഷം 16 മിനിറ്റായി. ഈ നിമിഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഏകദേശം 4 പുരുഷന്മാർ ഇന്ത്യയിലെ ഏതൊക്കെയോ ഭാഗങ്ങളിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് NCRB കണക്കുകൾ പറയുന്നത്. ഓരോ 4.5 മിനിറ്റിൽ ഒരു പുരുഷനും ഓരോ 11 മിനിറ്റിൽ ഒരു സ്ത്രീയുമാണ് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നത്. ഹാഷ്മിക്കും 24ന്റെ ടീമിനും ഒരു നന്ദി കൂടെ പറയുന്നു. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കേരള മാധ്യമങ്ങളിൽ ഒരു പുരുഷ വിഷയം അല്ലെങ്കിൽ ഒരു പുരുഷൻ നേരിട്ട അനീതിയോ പുരുഷൻ നേരിട്ട മാനസിക പീഡനമോ വിഷയമാക്കുന്നത്. അതിന് ഹാഷ്മിക്കും ഹാഷ്മിയുടെ ടീമിനും വളരെയധികം നന്ദി. പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാൻ ആൾക്കാർക്ക് മടിയാണ്. ഞങ്ങൾ ആരും സ്ത്രീ വിരുദ്ധരല്ല. സ്ത്രീകൾക്ക് മുൻഗണനയും പരിഗണനയും വേണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ അതോടൊപ്പം പുരുഷൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് മെൻസ് കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ വേണമെന്ന് വാദിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് കൂടിയാണ്. കാര്യം പുരുഷന് അത്താണിയില്ല, ആശ്രയമില്ല, ഒരു ആലംബമില്ലാത്ത അവസ്ഥ ഉണ്ടാകും.